എല്ലാവർക്കും ടോണിച്ചേട്ടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതായത് നമ്മുടെ ആരാധനാലയങ്ങളിലും മറ്റു ഓഫീസുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഈ പ്രാവുകളുടെ ശല്യം അത് വളരെയേറെ കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഓടിക്കാനായിട്ടൊക്കെ നോക്കും, പക്ഷേ ഒരു രക്ഷയില്ല, അവ പിന്നെയും വന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്തൊരു പോംവഴി എന്ന് വെച്ചാൽ അതിനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കൂടുണ്ടാക്കി മാറ്റി സ്ഥാപിക്കുകയാണ്. അപ്പോൾ കൂടുണ്ടാക്കിയ ചെറിയ കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവറ്റകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലിയ നല്ല സ്പേസ് ഉള്ള രീതിയിൽ തന്നെ ഒരു കൂടുണ്ടാക്കി അവയെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്ന ഒരു ടെക്നിക്കിലേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്ക്വയർ ട്യൂബിൽ ഒരു കൂടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുകയാണ്. അത്യാവശ്യം നല്ല നീളത്തിലും വീതിയിലും തന്നെയുള്ള ഒരു കൂടുണ്ടാക്കി അതിന് നല്ല മേൽക്കൂരയൊക്കെ ചെയ്ത് നല്ല ഒന്നാം തരം രീതിയിൽ നമ്മൾ നല്ല എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച്, പിന്നെ തുരുമ്പിക്കും എന്നുള്ള പേടിയേ വേണ്ട. അപ്പോൾ എപ്പോക്സി പ്രൈമറൊക്കെ അടിച്ച് നമ്മൾ സെറ്റപ്പ് ആക്കി. കണ്ടോ, എപ്പോക്സി പ്രൈമറൊക്കെ അടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഓയിലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എപ്പോക്സി പെയിൻറ്റ് അടിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ അറിയാമായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിനെ ചുറ്റുള്ള ഷീറ്റ് അടിക്കാൻ പോകുന്നത്. ഈ ഷീറ്റ് കണ്ടോ, ഈ ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്തോ വെയിലത്തോ വെള്ളത്തിലോ എവിടെ വേണേലും കിടന്നോളും. അപ്പം നമ്മളിത് ഓപ്പണായിട്ടുള്ളൊരു സ്പേസിലാണ് ഈ കൂട് വെക്കാൻ പോകുന്നത്. അപ്പോഴേക്കും ഈ ഷീറ്റിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായാലും മഴയൊക്കെ പെയ്യും, നനയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലേ. പക്ഷേ ഈ ഷീറ്റ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ കൂട് ഉണ്ടാക്കുമ്പോഴേക്കും മഴയത്ത് കിടന്നാലൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല ഇതിനൊരു കോട്ടിംഗ് ഉണ്ട്, ഒരു പോളിഷിങ് കോട്ടിങ്. വെള്ളം വീണ് കഴിഞ്ഞാൽ അതെല്ലാം ഒഴുകിപ്പോവും. അതുകൂടാതെ നമ്മൾ ഒരു കോട്ടും കൊണ്ട് നമ്മൾ പോളിഷ് അടിച്ചു കൊടുക്കണം. അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ കാണിക്കും. അപ്പോൾ ഇനി നമ്മളിപ്പോൾ കൂടിൻ്റെ ഈ പ്രാവിനെ കയറാനുള്ള ഹോൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിനുള്ള നല്ല ഡിസൈനിൽ തന്നെ നമ്മൾ ഹോൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ജിക്സോ മെഷീൻ വെച്ചിട്ടാണ് നമ്മളിപ്പം ഹോൾസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അറിയാം, ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉപയോഗം ഉണ്ടാകും. പലരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പല സ്ഥലങ്ങളിലും പലർക്കും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മുടെ അതേ കൂടിലേക്ക് നമ്മൾ ആ ഹോളൊക്കെ അടിച്ച ഷീറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രാവിന് വന്നിരിക്കാനുള്ള വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരുന്ന് കാറ്റൊക്കെ കൊള്ളാനായിട്ടുള്ള സൈഡിൽ നമ്മൾ എന്താ സൈഡ് നമ്മൾ പുറത്തോട്ട് ഇറക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ അകത്തോട്ടൊക്കെ കയറി ഇരുന്നോളും. അപ്പോൾ അതിനായിട്ടുള്ള സംഭവമാണ്. പിന്നെ അകത്ത് നമ്മൾ 2, 3, 4 തട്ടുകളായിട്ടാണ് നമ്മൾ ലെയർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ റൂംസ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫയലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, നമ്മൾ അകത്തോട്ടുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അകത്തൊക്കെ നമ്മളിപ്പോൾ തട്ടുകളെല്ലാം പാകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഈ ഷീറ്റ് തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. കേട്ടോ, അകത്തും എല്ലാം ഈ ഷീറ്റിന് നമുക്കധികം റേറ്റ് ഒന്നും വരുന്നില്ല. മറ്റുള്ള നമ്മുടെ ലാമിനേഷൻ ഷീറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അതിൻ്റെ അത്ര റേറ്റ് വരുന്നില്ല. പക്ഷേ നമുക്കിതിൻ്റെ പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷോയും ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് നല്ല ക്വാളിറ്റിയുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം ഇട്ട് കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സംഭവം എങ്ങനെ അവിടെ കൊണ്ട് സ്ഥാപിക്കും എന്നുള്ളതാണ്. അതായത് ഇത്രയും വെയിറ്റൊക്കെയുള്ള സാധനം ഇത്രയും നീളത്തിലും വീതിയിലൊക്കെയുള്ള സംഭവം നമ്മളെങ്ങനെ കൊണ്ട് സ്ഥാപിക്കും, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം ഇത് ഷീറ്റുകളെല്ലാം പിടിപ്പിച്ചിട്ട് കണ്ടോ, ഇവർക്ക് നല്ല ആവേശത്തിനുള്ള സ്ഥലമുണ്ട്. കണ്ടോ, എന്തോരം സ്പേസ് ഉണ്ടെന്ന് കണ്ടു. ഇനി നമ്മൾ ഈ കൂട് നമ്മൾ കൊണ്ടുപോയി വെക്കാൻ പോവാണ്. കൂട് കൊണ്ടുവെക്കുവാണ്. കൂട് കൊണ്ട് വെക്കാൻ പോയപ്പോഴേക്കാണ് നല്ല അടിപൊളി ഇടിച്ചു കുത്തി മഴ പെയ്യുന്നത്. അങ്ങനെ ആ മഴയത്ത് നിന്നുകൊണ്ട് നമ്മളിതാ കൂട് വെക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ നമ്മൾ 4 പില്ലർ ഇട്ടുണ്ടായിരുന്നു. അതായത് 6 മീറ്റർ ഹൈറ്റിലാണ് നമ്മൾ പില്ലർ ഇട്ടിരിക്കുന്നത്. കണ്ടോ, 6 മീറ്റർ ഹൈറ്റിൽ പില്ലർ ഇട്ടിരിക്കുകയാണ്. ഈ കൂടിൻ്റെ വലുപ്പം കണ്ടാൽ മനസ്സിലാവും ഇത്രയും വലുപ്പമുള്ളത്. അതാണ് നമ്മൾ ഈ 6 മീറ്റർ ഹൈറ്റിൽ കൊണ്ട് കയറ്റാൻ പോകുന്നത്. അങ്ങനെ ഒരു JCBയുടെ സഹായത്തോടെ നമ്മളുടെ പ്രാവിൻ കൂട് നമ്മളവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴയത്താണ് നമ്മൾ ഈ കൂട് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. മഴയത്ത് തന്നെ ഇതവിടെ വെച്ച് വെൽഡ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ സംഭവം പതിയെ അവിടെ വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫുള്ള് സ്റ്റഫ് ഹോൾഡിങ് ഇടേണ്ട ആവശ്യമുണ്ട്. സ്റ്റഫ് ഹോൾഡിങ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ
അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഓട് വെക്കണമായിരുന്നു. അപ്പോൾ ഓടൊക്കെ വെക്കാനായിട്ട് സ്റ്റഫ് ഫോൾഡിംഗ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ മുകളിൽ ഓട് കയറ്റിയത്. അപ്പോൾ ഓടെല്ലാം കയറ്റിയതിന് ശേഷം ഫുള്ള് പെയിൻറ്റ് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കും നമ്മൾ. കണ്ടോ, ഓടൊക്കെ വെച്ചു. ഇനി നമ്മളിത് ഇനി ഇപ്പോൾ കണ്ടോണം നമ്മുടെ പ്രാവിൻ കൂടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ട. അതിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കണം. കണ്ടോ, ബേസ്മെൻറ്റ് നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിൽ കുഴയൊക്കെ ഇട്ട് റെഡിയാക്കിയേ ഉള്ളൂ. ഇനി അതിന് ശേഷം നല്ല രീതിയിൽ ഫൗണ്ടേഷനൊക്കെ പൊക്കി കെട്ടും. അപ്പോൾ എന്താ നമ്മുടെ പ്രാവിൻ കൂടെ നല്ല ഒത്ത സ്ഥലത്ത് കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ, നമ്മുടെ പ്രാവിൻ കൂടിൻ്റെ ഇരിപ്പ്. അപ്പോൾ അവൻ അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങനെ വിലസുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേ പ്രാവൊക്കെ കയറാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പോളിഷൊക്കെ ചെയ്തിട്ട് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മാത്രമേ പ്രാവൊക്കെ കയറി തുടങ്ങത്തുള്ളൂ. കണ്ടോ, ഫൗണ്ടേഷനൊക്കെ ഇട്ട് അടിപൊളിയായി നമ്മുടെ പ്രാവിൻ കൂട്. അപ്പോൾ കണ്ടോ, അപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ആർദ്ര മെറ്റീരിയലാണ്. ഇതുപോലുള്ള ഒരുപാട് വർക്കുകൾ ആർദ്രം ഇൻറ്റീരിയൽസ് ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള വർക്കുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർദ്രം ഇൻറ്റീരിയൽസിനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.